ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 28-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. ജെറമ്യായും ഹനനിയായും. ആ വർഷം തന്നെ യൂദാ രാജാവായ സെദെക്കിയാ ഭരണം തുടങ്ങി 4-ാം വർഷം 5-ാം മാസം അസ്സൂറിന്റെ പുത്രനും ഗിബെയോനിലെ പ്രവാചകനുമായ ഹനനിയ ദേവാലയത്തിൽ വെച്ച് പുരോഹിതന്മാരുടെയും ജനത്തിന്റെയും സാന്നിധ്യത്തിൽ എന്നോട് പറഞ്ഞു: ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ ബാബിലോൺ രാജാവിന്റെ നുകം തകർത്ത് കളയും. ബാബിലോൺ രാജാവ് നബൂഖദ്നേസർ ദേവാലയത്തിൽ നിന്ന് ബാബിലോണിലേക്ക് എടുത്തുകൊണ്ടുപോയ എല്ലാ ഉപകരണങ്ങളും 2 വർഷത്തിനകം ഞാൻ തിരികെ കൊണ്ടുവരും. യൂദാ രാജാവായ യഹോയാക്കീമിന്റെ പുത്രൻ യെക്കൊനിയായെയും ബാബിലോണിലേക്ക് കൊണ്ടുപോയ യൂദായിലെ എല്ലാ തടവുകാരെയും ഞാൻ അവിടേക്ക് തിരികെ കൊണ്ടുവരും. ഞാൻ ബാബിലോൺ രാജാവിന്റെ നുകം തകർക്കും, കർത്താവ് അരുളിച്ചെയ്യുന്നു. അപ്പോൾ ജെറമ്യ പ്രവാചകൻ പുരോഹിതന്മാരുടെയും ദേവാലയത്തിൽ കൂടിയിരുന്ന ജനത്തിന്റെയും മുൻപാകെ ഹനനിയ പ്രവാചകനോട് പറഞ്ഞു: അങ്ങനെ സംഭവിക്കട്ടെ. ദേവാലയത്തിലെ ഉപകരണങ്ങളെയും സകല അടിമകളെയും ബാബിലോണിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും എന്നുള്ള നിന്റെ പ്രവചനം കർത്താവ് നിറവേറട്ടെ. എന്നാൽ ഞാൻ ഇപ്പോൾ നിന്നോടും ജനത്തോടും പറയുന്ന ഈ വചനം ശ്രവിക്കുക. എനിക്കും നിനക്കും മുൻപ് പണ്ട് മുതലേ ഉണ്ടായിരുന്ന പ്രവാചകന്മാർ അനേക ദേശങ്ങൾക്കും പ്രബല രാഷ്ട്രങ്ങൾക്കുമെതിരായി യുദ്ധവും ക്ഷാമവും പകർച്ചവ്യാധിയും ഉണ്ടാകും എന്ന് പ്രവചിച്ചു. സമാധാനം യാചിക്കുന്ന പ്രവാചകൻ യഥാർത്ഥത്തിൽ കർത്താവിനാൽ അയക്കപ്പെട്ടവനാണെന്ന് തെളിയുന്നത് അവൻ പ്രവചിച്ച കാര്യം സംഭവിക്കുമ്പോഴാണ്. അപ്പോൾ ഹനനിയ പ്രവാചകൻ ജെറമ്യ പ്രവാചകന്റെ കഴുത്തിൽ നിന്ന് നുകം എടുത്ത് ഒടിച്ചു കളഞ്ഞിട്ട് ജനത്തോട് പറഞ്ഞു: കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇങ്ങനെ തന്നെ ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിന്റെ നുകം എല്ലാ ജനതകളുടെയും കഴുത്തിൽ നിന്ന് 2 വത്സരത്തിനകം ഞാൻ ഒടിച്ചു കളയും. അപ്പോൾ ജെറമ്യ പ്രവാചകൻ അവിടം വിട്ടുപോയി. ജെറമ്യ പ്രവാചകന്റെ കഴുത്തിൽ നിന്ന് ഹനനിയ പ്രവാചകൻ നുകം ഒടിച്ചു കളഞ്ഞതിന് ശേഷം ജെറമ്യായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി: ഹനനിയായോട് ചെന്ന് പറയുക, കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ മരം കൊണ്ടുള്ള നുകം ഒടിച്ചു കളഞ്ഞു, പകരം ഞാൻ ഇരുമ്പ് കൊണ്ടുള്ള നുകം ഉണ്ടാകും. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിനെ സേവിക്കുന്നതിന് അടിമത്തത്തിന്റെ ഇരുമ്പ് നുകം ഞാൻ സകല ജനതകളുടെയും കഴുത്തിൽ വെച്ചിരിക്കുന്നു. അവർ അവനെ സേവിക്കും, വയലിലെ മൃഗങ്ങളെ പോലെയും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു. അനന്തരം ജെറമ്യ പ്രവാചകൻ ഹനനിയ പ്രവാചകനോട് പറഞ്ഞു: ഹനനിയ, ശ്രദ്ധിക്കുക, കർത്താവ് നിന്നെ അയച്ചതല്ല, വ്യർത്ഥമായ പ്രത്യാശ നീ ജനത്തിന് നൽകി. അതുകൊണ്ട് കർത്താവ് അരുളിച്ചെയ്യുന്നു, നിന്നെ ഞാൻ ഭൂമുഖത്തു നിന്ന് നീക്കിക്കളയും. ഈ വർഷം തന്നെ നീ മരിക്കും. എന്തെന്നാൽ നീ കർത്താവിനെ ധിക്കരിക്കാൻ പ്രേരണ നൽകി. ആ വർഷം 7-ാം മാസം ഹനനിയ പ്രവാചകൻ മരിച്ചു.